ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികൾ നടത്തിയിരുന്ന സമരം ഫലം കണ്ടു. ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാമെന്ന കമ്പനിയുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ശമ്പള വർധനയ്ക്കും മെച്ചപ്പെട്ട ജോലി സാഹചര്യങ്ങൾക്കുമായി CITU നേതൃത്വത്തിൽ തമിഴ്നാട് ശ്രീപെരുമ്പത്തൂർ സാംസങ് ഇന്ത്യ ഫാക്ടറിയിലെ തൊഴിലാളികൾ നടത്തിയ സമരം വിജയത്തിലെത്തി. 3 വർഷം കൊണ്ട് 18,000 രൂപയുടെ ശമ്പള വർധന കൂടാതെ ജോലി പരിചയത്തിനനുസരിച്ച് 4,000 രൂപയുടെ ഇൻസെന്റീവും നൽകാമെന്ന് സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ മാനേജ്മെന്റ് സമ്മതിച്ചു. തൊഴിൽ മന്ത്രി CV ഗണേശന്റെ അധ്യക്ഷതയിൽ CITU നേതാവ് മുത്തുകുമാർ അടക്കമുള്ളവർ പങ്കെടുത്ത ചർച്ചയിലാണ് ഒത്തുതീർപ്പുണ്ടായത്. ആദ്യ വർഷം 9,000 രൂപയും തുടർന്നുള്ള 2 വർഷങ്ങളിൽ 4,500 രൂപയുമാണ് വർദ്ധിപ്പിക്കുക. തൊഴിൽ പരിചയമനുസരിച്ച് ഇൻസെന്റീവും നൽകും. ഇൻഷുറൻസ് കവറേജും ലീവ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കും. 25 ജീവനക്കാർക്ക് നേരെയുള്ള അച്ചടക്ക നടപടിയും പിൻവലിക്കും. വേതന വർധനയ്ക്കും യൂണിയന്റെ അംഗീകാരത്തിനും വേണ്ടി 2024 സെപ്റ്റംബറിലാണ് 1000-ഓളം വരുന്ന തൊഴിലാളികൾ സമരം തുടങ്ങിയത്. ഒക്ടോബറിൽ സമരം അവസാനിപ്പിച്ചു. എന്നാൽ സമരം ചെയ്ത തൊഴിലാളികൾക്ക് നേരെ അച്ചടക്ക നടപടി ഉണ്ടായപ്പോൾ സമരം വീണ്ടും ആരംഭിക്കുകയായിരുന്നു. തുടർന്നാണ് സർക്കാർ ഇടപെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നേട്ടത്തിന്റെ പാതയിൽ കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് സേവനമായ കെ-ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം 1 ലക്ഷം കടന്നു. വാഹനഗതാഗതം പോലും പ്രയാസമുള്ള ആദിവാസി ഊരുകളിലും ദ്വീപ് പ്രദേശങ്ങളുൾപ്പെടെ സംസ്ഥാനത്തുടനീളം കണക്ഷനുകൾ നൽകിയാണ് 1 ലക്ഷം ഉപഭോക്താക്കളെന്ന നേട്ടത്തിലേക്കെത്തിയതെന്ന് കെ-ഫോൺ അറിയിച്ചു. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം മുൻനിർത്തി ഇന്റർനെറ്റ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എത്തിക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും കെ-ഫോൺ വ്യക്തമാക്കി. 62,781 FTTH കണക്ഷനുകളും സർക്കാർ സ്ഥാപനങ്ങളിൽ 23,163 കണക്ഷനുകളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി 2,729 കണക്ഷനുകളും ഒന്നാം ഘട്ടത്തിൽ 5,251 രണ്ടാം ഘട്ടത്തിൽ 6,150 ഉൾപ്പെടെ 11,402 BPL കണക്ഷനുകൾ, 9 ഡാർക്ക് ഫൈബർ ഉപഭോക്താക്കൾ, പ്രത്യേക പരിപാടികൾക്കായി 14 കണക്ഷനുകൾ എന്നിങ്ങനെ ആകെ 1,98,000 ഉപഭോക്താക്കളാണ് നിലവിൽ കെ-ഫോൺ കണക്ഷനുകൾ ഉപയോഗിക്കുന്നത്. ആകെ 3,800 ലോക്കൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ കണക്ഷനുകൾ നൽകാനായി കെ-ഫോണുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കെ-ഫോൺ നേതൃത്വം നൽകുകയാണെന്ന് കെ-ഫോൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു IAS പറഞ്ഞു. വളരെ വിപുലമായ ലക്ഷ്യമാണ് കെ-ഫോണിന് മുന്നിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭൂമി ലക്ഷ്യമിട്ട് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റെത്തുന്നു. മുന്നറിയിപ്പുമായി നാസ. അതിശക്തമായ സൗരകൊടുങ്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പുമായി നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റേഡിയോ ബ്ലാക്കൌട്ടുകൾ, GPS തടസ്സങ്ങൾ, ശക്തമായ അറോറകൾ എന്നിവ ഈ സൗരകൊടുങ്കാറ്റ് മൂലം ഉണ്ടാകുന്നുവെന്നാണ് മുന്നറിയിപ്പ്. 2025 ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് സൂര്യനിൽ നടന്ന ഏറ്റവും തീവ്രമായ സ്ഫോടനമാണിത്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നുള്ള വികിരണത്തിന്റെ പൊട്ടിത്തെറികളാണ് സൗരജ്വാലകൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉടനടി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ ആശയവിനിമയങ്ങൾ, വ്യോമയാന സംവിധാനങ്ങൾ, നാവിഗേഷൻ നെറ്റ്വർക്കുകൾ എന്നിവയെല്ലാം ഇത് തടസ്സപ്പെടുത്തും. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് അടുത്തിടെ സൂര്യനിലുണ്ടായ പൊട്ടിത്തെറി മിഡിൽ ഈസ്റ്റിൽ താൽക്കാലിക റേഡിയോ തടസ്സങ്ങൾ കാരണമായെന്നും ഇത് ഏകദേശം 10 മിനിറ്റ് നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ടുണ്ട്. തുടർച്ചയായ സൗരജാലകൾ കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളും ബഹിരാകാശ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ യാത്രികർ എന്നിവരെയും ബാധിച്ചേക്കാമെന്നും നാസയുടെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിസാൻ ഇന്ത്യ വിടുന്നുവെന്ന വാർത്ത കമ്പനി നിഷേധിച്ചു. ആഗോളതലത്തിൽ ജപ്പാൻ കമ്പനിയായ നിസാൻ ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ വിടുകയാണെന്നായിരുന്നു വാർത്തകൾ. ഊഹാപോഹ വാർത്തകളിൽ കമ്പനി സാധാരണ പ്രതികരിക്കാറില്ലെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊന്നും നിസാന്റെ ഔദ്യോഗിക അറിയിപ്പുകളല്ലെന്നും കമ്പനിയുടെ പ്രസ്താവനയിൽ പറയുന്നു. നിസാന്റെ ഇന്ത്യയിലെ പദ്ധതികളിൽ മാറ്റമില്ല. വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കമ്പനി വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഉൽപാദന പ്ലാന്റുകൾ അടച്ചുപൂട്ടാൻ നിസാൻ ഒരുങ്ങുന്നുവെന്ന വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇന്ത്യയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും അർജന്റീനയിലെയും പ്ലാന്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നായിരുന്നു വാർത്തകൾ. ജപ്പാനിലെയും മെക്സിക്കോയിലെയും പ്ലാന്റുകൾ അടച്ചുപൂട്ടാനും നിസാൻ ആലോചിക്കുന്നതായി ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. കമ്പനിയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമാണിതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ കുതിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ കയറ്റി അയച്ചത് $2,414 കോടി സ്മാർട്ട് ഫോണുകൾ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമായി സ്മാർട്ട് ഫോൺ മാറിയിരിക്കുന്നു.
പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മറികടന്നാണ് സ്മാർട്ട് ഫോൺ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ പുതിയ കണക്കുകൾ പ്രകാരമാണ് 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ സ്മാർട്ട് ഫോൺ മുന്നിലെത്തിയത്. ആപ്പിൾ, സാംസങ് കമ്പനികളുടെ കയറ്റുമതിയിൽ 55% വർധനയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത്. ആകെ $2,414 കോടി സ്മാർട്ട് ഫോണുകൾ കയറ്റി അയച്ചു. 2023-24 ഇത് $1,557 കോടി, 2022-23 $1,096 കോടി. സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടെ അമേരിക്കയിലേക്കും ജപ്പാനിലേക്കുമാണ് സ്മാർട്ട് ഫോൺ കയറ്റുമതി ഗണ്യമായി കൂടിയത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 2022-23 $216 കോടി ആയിരുന്നത് 2024-25 $1,060 കോടി ഉയർന്നു. 5 മടങ്ങാണ് വർധന. ജപ്പാനിലേക്കുള്ളത് ഇതേ കാലയളവിൽ $12 കോടി നിന്ന് $52 കോടി ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ ഉൽപാദനാനുബന്ധ പദ്ധതിയാണ് ഈ മുന്നേറ്റത്തിനു പിന്നിൽ. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് 30 ലക്ഷം ഐഫോണുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചതായി IDC റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതിൽ കൂടുതലും iPhone 16 ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.